കാന്ത എങ്ങനെയുണ്ടെന്ന് വെച്ചാലേ രണ്ട് ഡയലോഗ് ഞാൻ പറയാം. ഒന്ന് നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്. ഇപ്രാവശ്യത്തെ 2025 2 അവാർഡ് ദുൽഖർ സൽമാൻ. അമ്മൊരു പെർഫോമൻസ് ശരിക്കും ദുൽഖർ സൽമാൻ ചെയ്യിക്കുന്നതെന്ന് പറയണം. അടിപൊളിയായിട്ടുണ്ട്. പുള്ളിയാണ് പടം മുഴുവൻ കൊണ്ടുപോകുന്നത്. അതിനകത്ത് പല സീനിലും പറയുന്നുണ്ട് ആ നടിപ്പൻ ചക്രവർത്തി എന്ന് പറയുന്നത് അത് തന്നെ ദുൽഖർ ചെയ്തിട്ടുമുണ്ട്. കിടിലൻ ദുൽഖർ പടം. സൂര്യക്ക് അതിനു മുകളിൽ പെർഫോമൻസ്, അസാധ്യ പെർഫോമൻസ്. ആക്ടിംഗ് ആണ് സിനിമ. സെക്കൻഡ് പോലും നമുക്ക് ഇന്ന ആളുടെ കഥയാണെന്നോ ഇന്ന പോലെ ആണെന്നോ നമുക്ക് തോന്നില്ല. സ്ക്രീനിൽ നമുക്ക് ഡിക്യുവിൻ്റെ പെർഫോമൻസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു ത്രില്ലർ മോഡിലേക്കാണ് പടമാണ്. ആഫ്റ്റർ അത് നമുക്കറിയില്ല, റിയൽ സ്റ്റോറി ആണോ എന്താണെന്നുള്ളത് അതറിയില്ല. പക്ഷേ വളരെ സിനിമാറ്റിക് ആയിട്ട് ചെയ്തതാണ്. പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ത്രില്ലർ മോഡിലാണ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അത്രയും നല്ല പെർഫോമൻസ്. അടിപൊളിയായിട്ടുണ്ട്. പുള്ളിയാണ് പടം മുഴുവൻ കൊണ്ടുപോകുന്നത്. അതിനകത്ത് പല സീനിലും പറയുന്നുണ്ട് ആ നടിപ്പൻ ചക്രവർത്തി എന്ന് പറയുന്നത് അത് തന്നെ ദുൽഖർ ചെയ്തിട്ടുമുണ്ട്. കിടിലൻ ദുൽഖർ പടം. ദുൽഖർ പിന്നെ എടുത്ത് പറയേണ്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ജേക്സിന്റെ ബാക്ക്ഗ്രൗണ്ട് കിടിലാണ്. അടിപൊളി. എല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ സമുദ്രക്കനി കേട്ടോ, സമുദ്രക്കനി കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട് റോള്. ഇതൊരു അഭിനയ സിനിമയാണ്, അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ വർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ചെയ്യുന്ന ഓരോ വർക്കൊക്കെ ഉണ്ട്, കിടിലനായിട്ടുണ്ട്. 100% ദുൽഖർ പടം അങ്ങനെയാണ് പുള്ളി കാഴ്ചവെച്ചത്. ഒട്ടും നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ഹാഫ് ഒന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര തേച്ചില്ല. സെക്കൻഡ് ഹാഫ് വേറെ ലെവലിൽ കൊണ്ടുപോയി. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവൽ, അടിപൊളി. വളരെ നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല പെർഫോമൻസാണ്. ദുൽഖർ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. നായകൻ സൂര്യക്ക് അതിനു മുകളിൽ പെർഫോമൻസ്, അസാധ്യ പെർഫോമൻസ്. അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. നല്ല ഒരു അന്വേഷണ പശ്ചാത്തലം കൂടെ ഉണ്ട്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ കൂടെ സിനിമയിലുണ്ട്. ഒരു റെട്രോ സ്റ്റൈലിലുള്ള വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ്. ദുൽഖർ അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ദുൽഖറിൻ്റെ ഇല്ല ലാഗില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയായിരുന്നു. നല്ല മ്യൂസിക് നന്നായിട്ടുണ്ടായിരുന്നു. ഡയറക്ഷനും എല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അടിപൊളി സിനിമയാണ്. ആക്ടിംഗ് ആണ് സിനിമ. വളരെ മനോഹരമായിരിക്കുന്നു. അത് നിങ്ങൾ തിയേറ്ററിൽ കണ്ടു. നിങ്ങൾ കണ്ടില്ലേ സിനിമ? കണ്ടല്ലോ. ഗംഭീരമെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഗംഭീരമായിരിക്കുന്നു എല്ലാവരും. പിന്നെ ദുൽഖർ ആണെങ്കിലും എല്ലാവരും, സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഈച്ച് ആൻഡ് എവരി വൺ ആർട്ടിസ്റ്റ് വെരി ഗുഡ്. വളരെ മനോഹരമായിരിക്കുന്നു സിനിമ. എനിക്കിഷ്ടപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സിനിമ കാണാം, പക്ഷെ സിനിമ ഒരു അനുഭവമാണ്. ആക്ടിങ്ങിലൂടെ കടന്നു പോകുന്ന വലിയൊരു സംഭവമാണ്. ഞാൻ തമിഴിലാണ് കണ്ടത്. തമിഴിൽ ഭയങ്കര ഫീലായിട്ട് കണ്ടു. ഗംഭീരമായിരിക്കുന്നു. ഞാൻ പറയില്ലേ, സിനിമ ഈച്ച് ആൻഡ് എവരി വൺ ഡിപ്പാർട്ട്മെൻറ്റും ഗംഭീരമായിരിക്കുന്നു. നിങ്ങൾ സിനിമ കണ്ടു നോക്കൂ, സിനിമ ഗംഭീരമാകും. അല്ല, അഭിനയം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് അഭിനയിച്ചതിൽ. ഇപ്പോൾ ഇതിനു മുമ്പ് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ പടം ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇമോഷണലി ഭയങ്കര ടച്ചിങ് വരുന്നുണ്ട്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും സമുദ്രക്കര അടിപൊളിയായിരുന്നു. പുള്ളി പടത്തിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മിസ്റ്ററി ഉണ്ട്, അതെന്താണെന്ന് നമ്മൾ ലാസ്റ്റാണ് അറിയുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് അറിയണ വരെ നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ നോക്കിയിരിക്കും. അതിപ്പോൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു പടത്തിലൊരു മിസ്റ്ററി ഉണ്ട്, അതെന്താണെന്ന് അറിയണ വരെ അതിലാണ് കഥ ഇരിക്കുന്നത്. അത് ആ ബ്ലെൻഡിങ് ഭയങ്കര അടിപൊളിയാണ്. റിയൽ ലൈഫിൽ കാണിക്കുന്നതാണെങ്കിലും പിന്നെ സിനിമയിലോട്ട് മാറുമ്പോൾ അതിൻ്റെ ഫ്രെയിംസ് മാറുന്നതും എല്ലാം ഭയങ്കര രസമുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹീറോയിനും അടിപൊളിയാണ്. പുള്ളിക്കാരത്തി എന്താ പറയുക, രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കാന്ത എങ്ങനെയുണ്ടെന്ന് വെച്ചാലേ രണ്ട് ഡയലോഗ് ഞാൻ പറയാം. ഒന്ന് നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്.
ഇപ്രാവശ്യത്തെ 2025 2 അവാർഡ് ദുൽഖർ സൽമാൻ. അമ്മാതിരി പെർഫോമൻസാണ് ശരിക്കും ദുൽഖർ സൽമാൻ ചെയ്തിട്ടുള്ളത് തന്നെ പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് സാധനം തന്നെയാണ്, സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഇതിനായിട്ടുണ്ട്. എല്ലാവരും കണ്ടുന്ന ആൾക്കാരൊക്കെ അതന്നെ പറയണേ, ദുൽഖർ സൽമാൻ ശരിക്കും ആ പെർഫോമൻസ് ഉലകനായ കമലഹാസനിലൊക്കെ നമുക്ക് ഇതിനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ തന്നെ അത് തള്ളലായിട്ട് കണക്കൂട്ടണ്ട. പക്ഷേ പടം കാണുന്ന പ്രേക്ഷകരൊക്കെ തന്നെ ഇതന്നെ ആയിരിക്കും. നമ്മൾ ആ ഒരു ദുൽഖറിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പൊളിച്ചടക്കിയതുള്ളൂ പെർഫോമൻസ് ഇല്ലായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ സിനിമയിലേക്ക് അവസാനം കണ്ടത് ഭയങ്കര ട്വിസ്റ്റായിരുന്നു. ആ ട്വിസ്റ്റ് തന്നെ എല്ലാവരും എന്താ പറയുക ഒരു മുൾമുന നിർത്തിയ അവസ്ഥയായിരുന്നു. അങ്ങനെയാണ് തോന്നിച്ചത് കാന്ത. ഓവറോൾ പറയാൻ എല്ലാവരും വന്ന് കാണേണ്ട ഒരു അടിപൊളി സിനിമയാണ് കാന്ത. കൊള്ളാം. കാന്ത ഒരു പെർഫോമൻസ് ആക്ടിങ് ബേസ്ഡ് പടമാണ്. പിന്നെ ഒരു കൊമേഴ്ഷ്യൽ മാസ് മസാലയല്ല. ദുൽഖറിൻ്റെയും സമുദ്രക്കനി അതുപോലെയുള്ള ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റഡ് പടമാണ്. പിന്നെ സിനിമക്കകത്ത് സിനിമ പറയുന്ന സിനിമകൾ ആ ഒരു ടൈപ്പ് പടമാണ്. പിന്നെ പഴയ 1950s 60s ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടം ചിത്രീകരിക്കുന്ന ആർട്ട് വർക്കും അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആ കാലത്ത് സിനിമയ്ക്കുള്ള സിനിമ പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ ആക്ടിങ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു മെലോ ഡ്രാമിക് ഓവർ ഡ്രാമാറ്റിക് ആയിട്ടുള്ള സീനുകൾ അത് ദുൽഖർ അഭിനയിക്കുന്നതാണ് രസമുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഹീറോ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് ആ ഒരു പിന്നെ ആ ഒരു പാറ്റേൺ പിടിച്ചിട്ട് ആ ഒരു ടെമ്പോ പിടിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ ഇതുവരെ ദുൽഖർ ചെയ്യാത്ത അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടറാണ്, ഒരു സിനിമാ നടനായിട്ടുള്ള ക്യാരക്ടർ. മൊത്തത്തിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് പടമാണ്. പിന്നെ ഭയങ്കര മാസ് മസാല പ്രതീക്ഷയുണ്ട്. പക്ഷേ സിനിമ സീരിയസ് ആയിട്ട് സിനിമ ഇഷ്ടപ്പെടുന്നവർ എങ്ങനെയാണ് ഇതിനകത്ത് ഷൂട്ടിംഗ് സംഭവങ്ങൾ, പിന്നെ ഒരു സൂപ്പർ സ്റ്റാർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അയാളുടെ തകർച്ച എന്താണ്, അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു സിനിമയായിട്ടാണ് കാണാൻ വന്നിരിക്കുന്നത്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. പിന്നെ ദുൽഖറിൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ട് സമുദ്രക്കനി. ഇവർ രണ്ടുപേരാണ് പടത്തിൻ്റെ ഒരു നെടുന്തൂൺ. പിന്നെ സെക്കൻഡ് ഹാഫിലാകുമ്പോൾ റാണ ദഗുപതി വരുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്കൊക്കെ പോയിട്ട് നല്ല ഇമോഷണൽ ത്രില്ലിംഗ് ക്ലൈമാക്സിലേക്കാണ് സിനിമ പോയിരിക്കുന്നത്. മൊത്തത്തിൽ നല്ലൊരു ആർട്ട് വർക്കിന് പ്രാധാന്യം നൽകിയിരിക്കുന്ന, പെർഫോമൻസിന് പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് കാന്ത ഫീൽ. പുള്ളിക്കാരൻ ത്രൂ ഔട്ട് വേറെ ലെവലാണ്. ഇതൊരു ബയോപിക്കാണ്, പക്ഷേ നമുക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് ഇന്ന ആളുടെ കഥയാണെന്നോ ഇന്ന പോലെ ആണെന്നോ നമുക്ക് തോന്നില്ല. സ്ക്രീനിൽ നമുക്ക് ഡിക്യുവിൻ്റെ പെർഫോമൻസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ റാണയുടെ ആയാലും സമുദ്രക്കനി ആയാലും ഹീറോയിൻ്റെ ആയാലും ഒരു സെക്കൻഡ് തരത്തിൽ പോലും നമുക്ക് വേറൊരു ആളാണ് സമുദ്രക്കനി എന്നൊരാളാണെന്ന് പോലും നമുക്ക് തോന്നില്ല. അതിനകത്ത് അയ്യ എന്ന ക്യാരക്ടറിലെ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം തുടങ്ങുന്ന തൊട്ട് തീരുന്നിടം വരെ നമ്മളവിടെ പെർഫോമൻസിലേ നിൽക്കത്തുള്ളൂ. വേറെ ലെവലാണ്. ഇപ്പോൾ പഴയ കാലത്തെ മദ്രാസ് സെറ്റുകൾ നമ്മൾ ഷൂട്ടിങ്ങുകൾ ഇങ്ങനെയൊക്കെയാണെന്നോ അത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ശരിക്കും പീരിയഡ് ഫിലിം അങ്ങനത്തെ ഫിലിമുകൾ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് മൈൻഡ് വരുന്നത് ഇരുവറായിരിക്കും. ലാലേട്ടൻ്റെ ആ ലെവൽ പെർഫോമൻസ് ഉള്ള പടങ്ങളായിരുന്നു അന്നത്തെ. അതേ മൈൻഡ് വരത്തുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ മോഡേൺ ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിലിം കണ്ടതിന് ശേഷം കാന്തയായിരിക്കും മൈൻഡ് വരാൻ ചാൻസ് ഉണ്ടാകുക. കാരണം അതേപോലെയാണ് മേക്ക് ചെയ്തത്. മ്യൂസിക് ആവട്ടെ, പെർഫോമൻസ് ആവട്ടെ, ആർട്ടാവട്ടെ, ഫിലിമോഗ്രഫി ആവട്ടെ, ഗംഭീരം, ഒന്നിനൊന്നിനും മെച്ചമാണ്. അപ്പോൾ തിയേറ്ററിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന കാശ് വർത്താണെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വേറെ ആരും പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കണം. നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റ് വർത്താണോ ജസ്റ്റ് ചുമ്മാ ഒന്ന് എടുത്ത് നോക്കി, ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അതിലുള്ള എല്ലാം ഉണ്ട് അതിനകത്ത്.